ഞാൻ ഇന്ന് രാവിലെ ഒരു യാത്ര പോയിട്ട്, അതായത് നിങ്ങൾ ട്രാവൽ ചാനലിൽ ഇതിനോടകം കണ്ടിട്ടുണ്ടാകണം, അല്ലെങ്കിൽ ഇനി കാണാൻ പോകുന്നുണ്ടാവും. കൃത്യമായിട്ട് അറിയില്ല കേട്ടോ. ഞാൻ കോട്ടയം സൈഡിൽ ഒരു ക്ഷേത്രത്തിൽ പോയതാണ്. വളരെ വിശേഷപ്പെട്ട ഒരു ഗണപതി ക്ഷേത്രം. അപ്പോൾ പോയിട്ട് തിരിച്ച് കോന്നി വഴിയാണ് വന്നത്. കോന്നിയിലെ കൂട്ടുകാരി ഉണ്ടല്ലോ നമ്മുടെ. അപ്പോൾ അവിടെ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അവിടെ പോയപ്പോൾ എനിക്കൊരു ചെടിയുടെ തൈ തന്നിരുന്നു. അതെനിക്ക് എന്താ പറയുക, നിറയെ ഒരു മുല്ലയുടെ സ്പെഷ്യൽ മുല്ല, അതിൻ്റെ തൈ തന്നു വിട്ടാൽ, പക്ഷെ അതെനിക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റിയില്ല. അത് കാരണം എനിക്കത് കിട്ടിയില്ല, അത് ചീത്തയായിപ്പോയി, വളർത്തിയെടുക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ രണ്ടാമതൊരു തൈ കിട്ടുമോ എന്ന് ചോദിക്കാനായിട്ട് വിളിച്ചതാണ്. അപ്പം വന്നാൽ മതി, തരാമെന്ന് പറഞ്ഞു. ആ വീട് വഴിയാണ് ഞാൻ വന്നത്. പറഞ്ഞാൽ വിശ്വസിക്കില്ല, എന്തോരം സാധനങ്ങൾ എനിക്ക് വേണ്ടി മാറ്റി വെച്ച് തന്നു എന്നറിയാമോ. ഞാൻ കാണിച്ചു തരാം. ശരിക്കും ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ പോകുന്ന പോലെ നമുക്ക് കരുതലോടുകൂടി കുറേ സാധനങ്ങൾ, അവരുടെ ഹോം മെയ്ഡ്, അവർ തന്നെ അവരുടെ കൃഷി സ്ഥലത്ത് നിന്ന് എടുത്ത കാര്യങ്ങൾ. ഭയങ്കര ലവിങ് ആണ് കേട്ടോ, രക്ഷയില്ല. എനിക്ക് ഭയങ്കര എന്താ പറയുക, ഒരു വല്ലാത്ത ഫീലാണ് അങ്ങനെയൊക്കെ ചെയ്ത് കാണുമ്പോൾ. ഇതിനകത്ത് മുഴുവൻ നാടൻ മുട്ടയാണ്, അവരുടെ തന്നെ കോഴിയുടെ മുട്ട. കുറേ മുട്ട തന്നു, പുടുമോൾക്ക് കൊടുക്കാനായിട്ടെന്ന് പറഞ്ഞിട്ട് തന്നു വിട്ടു. ഓക്കെ, ഫുൾ ഓഫ് എഗ്സ്, അതിനെ സൂക്ഷിച്ച് വയ്ക്കാം. ഓക്കെ, പിന്നെ ഇത് കപ്പ, ഇത് എന്താണ്ട് ഒരു കിഴങ്ങാണ്, നോക്കിയില്ല. ഞാനൊരു മുല്ലയുടെ തൈ വാങ്ങാൻ പോയതാണ് അവിടെ. എന്തൊക്കെയല്ലേ. കാച്ചിൽ ചെയ്യുമ്പോൾ അങ്ങനെ ഉള്ള കാര്യങ്ങൾ, പുഴുങ്ങി കഴിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. പ്ലസ് ഇത് കണ്ടോ, ഇതൊരു സ്പെഷ്യൽ ശർക്കരയാണ്. അത് ലാസ്റ്റ് ടൈം ഞാനവിടെ ചെന്നപ്പോഴേ പറഞ്ഞു. അതുകൊണ്ട് അതും എനിക്ക് തരാനായിട്ട് എടുത്ത് വെച്ചിരുന്നു. ഈ ശർക്കര വളരെ സ്പെഷ്യലാണെന്നാണ് പറഞ്ഞത്. ഓക്കെ, ആ സ്ഥലത്തിൻ്റെ പേര് ഞാൻ മറന്നു കേട്ടോ. അത് ഉണ്ടാക്കുന്ന പ്രൊഡക്ഷൻ സ്ഥലം. വെരി നൈസ്. അവിടെ പോയി വാങ്ങുന്നതാണ്. അപ്പോൾ അത് ഉണ്ടായിരുന്നു, അപ്പോൾ അതെനിക്ക് മാറ്റി തന്നു. പിന്നെ എനിക്ക് തന്നത് നോക്കിയേ, തേനാണ്. അവരുടെ അവിടുത്തെ ചെടികളിൽ നിന്നും പൂക്കളിൽ നിന്നുമൊക്കെ എടുത്ത തേൻ. അതും നല്ലത്. അയ്യോ, അടിപൊളി. നമ്മൾ അമ്മ വീട്ടിലൊക്കെ പോയിട്ട് വരുമ്പോൾ ഇങ്ങനെ കൊണ്ടുവരുന്നേ. ഓ, പ്യുവർ ഹണി, നല്ല ശുദ്ധമായ ഹണി. അവരുടെ തന്നെ ഓൺ വീട്ടിൽ തേനീച്ച കൂട്ടിൽ നിന്ന് എടുത്തതാണ്. ഓക്കെ, അത് മുട്ട, പിന്നെ എന്തൊക്കെയാണ്, പിന്നെ കോഫി, കുറച്ച് കോഫി, എല്ലാം ഓർഗാനിക് സാധനങ്ങളാട്ടോ എനിക്ക് തന്നു വിടുന്നത്. ഇത് കോഫി, പിന്നെന്താ കുറേ കുരുമുളക്. അത് അവരുടെ തന്നെ വീട്ടിലെ കുരുമുളകാണ്, അവിടെ പറിച്ച കുരുമുളകാണ്. ഇത് ഇച്ചിരി കൂടെ വെയിലത്തിട്ട് ഒന്നുകൂടി ഒന്ന് ഉണക്കണം, വാഷ് ചെയ്ത് ഉണക്കണം എന്ന് എന്നോട് പറഞ്ഞു. യെസ്, ദെയർ ഓൺ പ്രോഡക്റ്റ്സ് ആണ് എല്ലാം. അവരുടെ വീട്ടിലുണ്ട് അവിടെ കൊടംപുളി, പിന്നെന്താ കോവയ്ക്ക, കുറേ കോവയ്ക്ക. യെസ്, അതിൻ്റെ ബിഗ് പപ്പായ, എല്ലാം ഓർഗാനിക്. യെസ്, ഇത്രയും സാധനങ്ങൾ എനിക്ക് തന്നു വിട്ടിരിക്കുക കേട്ടോ. വാവ്, കാണുന്നുണ്ടല്ലോ, എനിക്കത് ഭയങ്കര സന്തോഷം തോന്നുന്നു. അത് സാധനം കിട്ടിയതിലല്ല, പക്ഷെ അതിൻ്റെ ഒരു മൈൻഡ്, അതൊരു ആക്റ്റാണല്ലോ. ഓരോരുത്തർക്ക് ഇങ്ങനെ അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടല്ലോ. നമ്മുടെ ഒരു ഏറ്റവും ക്ലോസ് റിലേറ്റീവ് ചെയ്യുന്ന പോലെ ഉള്ളൊരു, എനിക്കറിയില്ല പറയാൻ. ഞാനിപ്പോൾ സോഫയുടെ താഴെ ഇറങ്ങിയിരുന്ന് തറയിലോട്ട് ഇങ്ങനെ വെച്ചിട്ടെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. സന്തോഷം, ഭയങ്കര ഹാപ്പി. ആ മുല്ലയുടെ തൈ കിട്ടി. അതിന് ഞാൻ മോളീസ് ഗാർഡനിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനി വലിയൊരു ചട്ടിയിലേക്ക് മാറ്റണം. ഭയങ്കരമായിട്ട് പടർന്ന അതിൻ്റെ പേര് ഞാൻ ഓർമ്മിക്കുന്നില്ല, ഞാൻ പിന്നെ പറയാം. ഓക്കെ, അപ്പോൾ അതാണ് ഇന്നത്തെ വിശേഷങ്ങൾ. പിന്നെ അമ്പലത്തിലെ കുറച്ച് പ്രസാദമൊക്കെ ഉണ്ട്, ഗണപതി കോവിലിൽ അവിടുത്തെ. ഓക്കെ, അതെല്ലാം കഴിക്കാനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഞാൻ അവിടെ എല്ലാ മാസവും അവിടുത്തെ നേർച്ചയായിട്ടുള്ള ഒറ്റയടയുടെ 10 മാസത്തേക്ക്, ഒരു മാസത്തിൽ 10 ഒറ്റയട വെച്ചിട്ട് അങ്ങനെ ഒരു നേർച്ചയ്ക്ക് ഞാൻ അവിടെ പൈസ കൊടുത്തിട്ട് വന്നു. പറ്റുന്ന സമയത്ത് ആണെങ്കിൽ എല്ലാ മാസവും പോകാൻ പറ്റിയില്ലെങ്കിൽ ഇടയ്ക്ക് പോകാമെന്ന് വിചാരിക്കും. നല്ലൊരു ഭയങ്കര നല്ല സെറായിട്ട് ഒരു ക്ഷേത്രം. അപ്പോൾ ആ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് മറ്റേ നമ്മുടെ ട്രാവൽ ചാനലിൽ കാണാം. ഓക്കെ, ഏർലി മോർണിംഗ് ഞാനൊരു 3:45 വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. തിരിച്ചൊരു 4 മണി, 3:45 തിരിച്ചെത്തി. ഒരു 4 മണി അടുപ്പിച്ചെത്തി. ഞാൻ വെളുപ്പിനെ പോകുമ്പോൾ കൂടും എങ്ങനെയോ ഉണർന്നു കേട്ടോ. എന്നിട്ട് ഭയങ്കര ടാൻഡ്രംസ് ആയിരുന്നു, കരച്ചില്ല. പിന്നെ അത് ഞാൻ കൂടെ വീണ്ടും വീണ്ടും ഉറങ്ങി. ഞാൻ പോകുന്ന ആ ഒരു അറിയുമ്പോൾ ഭയങ്കര പ്രശ്നമാണ്. ഓക്കെ, കാണാം വിശേഷം. അങ്ങനെ കോന്നിയിലെ കൂട്ടുകാരി കൊണ്ട് തന്ന വിഭവങ്ങളുടെ കൂട്ടത്തിലെ ഒരു പ്രധാന കാര്യമല്ലേ, കൊണ്ടു തന്നതല്ല, ഞാൻ അതുവഴി പോയപ്പോൾ അവിടെ നിന്ന് തന്നു വിട്ടതാണ്. ഇതിലിപ്പോൾ കാച്ചിലുണ്ട് 1-2 ബാക്കി ചേമ്പാണ്. ചേമ്പെന്ന് പറയുമ്പോൾ ഇത് അവിടെയെല്ലാം പറയുന്ന ശീമച്ചേമ്പെന്നും, ട്രിവാൻഡ്രം സൈഡിൽ എനിക്ക് തോന്നുന്നു വെട്ട് ചേമ്പെന്നോ അങ്ങനെയൊക്കെ പറയും. ഇതെന്നാലും പുഴുങ്ങി കഴിക്കാൻ പറ്റിയ കാര്യമാണ്. ഓക്കെ, കാച്ചിൽ ഇപ്പോൾ എടുക്കണ്ട, അതിൻ്റെ കാച്ചിൽ മാറ്റിയിട്ട് നമുക്ക് ചേമ്പ് എടുക്കാം, പുഴുങ്ങി വൈകുന്നേരം കഴിക്കാൻ പറ്റിയ കാര്യമാണ്. എൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞിട്ട്
വെള്ളം തിളപ്പിച്ച് ഉപ്പിട്ട വെള്ളത്തിലിട്ട് തിളപ്പിച്ചാണ് വേവിക്കുന്നത്. ഓക്കെ, ആവിയിൽ പുഴുങ്ങുകയല്ല, വെള്ളത്തിലിട്ട് വേവിക്കുന്നത്. ഇച്ചിരി വേവുള്ള കൂട്ടത്തിലാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ നമുക്ക് അങ്ങനെ ചെയ്യാം. സ്കിന്നെല്ലാം നമുക്ക് ചുരണ്ടി മാറ്റി എടുക്കാം. ഞാനിപ്പോൾ കാച്ചിലിനെ മാറ്റി വെച്ചു. കാച്ചിൽ നമുക്ക് നടാൻ പറ്റും. അതിനിങ്ങനെ അതിൻ്റെ കൂമ്പുണ്ട്. അതൊക്കെ നട്ട് കഴിഞ്ഞാൽ വളരും എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കൊരു ഗ്രോ ബാഗിലോ ചട്ടിയിലോ കുറച്ച് വലിയ ഇതിലെങ്കിലും നടാം. അപ്പോൾ ഫ്യൂച്ചറിൽ കുറച്ച് നല്ല കാച്ചിലും കിട്ടും. അങ്ങനെ നമുക്കിത് പുഴുങ്ങി കഴിക്കാം. ഇവിടെ ഇപ്പോൾ ഒരു പുതിയ പൂച്ച പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അതൊരു ഗർഭിണിയായിട്ടുള്ളൊരു പൂച്ചയാണ്. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്, ഇന്നിപ്പോൾ കണ്ടതേ ഉള്ളൂ. പക്ഷേ അത് ഇച്ചിരി ഫ്രണ്ട്ലിയാണ്, എന്നെ കണ്ടിട്ട് ഓടുന്നൊന്നുമില്ല. ഭാഗ്യം ഉണ്ടെങ്കിൽ അവർ ഇവിടെ തന്നെ പ്രസവിച്ച് നമുക്ക് കുഞ്ഞുങ്ങളെ വളർത്താനുള്ളൊരു യോഗം ഉണ്ടെങ്കിൽ കിട്ടും. പക്ഷേ പ്രശ്നം എത്ര വെച്ചാൽ ഇവിടുത്തെ ഈ റോഡിലുള്ള സ്ട്രേ ഡോഗ്സ് ആണല്ലോ നമ്മുടെ പൂച്ചക്കുഞ്ഞുങ്ങളെല്ലാം കൊന്നത്. അപ്പോൾ ആ ഒരു പേടി എനിക്കുണ്ട്. അപ്പോൾ ഇവിടെ അത് എത്ര സേഫാണെന്നുള്ള കാര്യത്തിൽ ഞാൻ കാണിച്ചു തരാമേ അമ്മ പൂച്ചേനെ. ഇത് പ്രസവിച്ച് കഴിഞ്ഞതാണോ അതോ പ്രസവിക്കാൻ പോകുന്നതാണോ? ഹലോ, ബിസ്ക്കറ്റ് കഴിക്കും. ഞാനിവിടെ പരിചയമായി വരുന്നേ ഉള്ളൂ കേട്ടോ. ഹലോ ഹലോ, ആ ബിസ്ക്കറ്റ് കഴിക്കടാ. ഞാൻ അവനെ എൻറ്റൈസ് ചെയ്തിരിക്കുകയാണ്. ഒരു ബിസ്ക്കറ്റൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വരുന്നത് ഇവിടെ വരെ എത്തിയില്ല, എൻ്റെ ചുറ്റുവട്ടത്തും ഉണ്ട്. ഹലോ, ഇതിന് പേരൊന്നും ആയിട്ടില്ല, നമ്മൾ പേരിട്ടില്ല. അവിടെ താമസമായി. ഓക്കെ കിടന്നോളൂ. ഓക്കെ ഫൈൻ. ഒരു കൂട്ടായല്ലോ. പുടു കണ്ടാൽ ദൈവമേ, ഇപ്പോൾ പുടു ഈ സമയത്ത് ഇവിടെ ഇല്ല. പുടുവിന് ഇഷ്ടപ്പെടും. അവന് പൂച്ചാപ്പട്ടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഷീ ലൈക്സ് പെറ്റ്സ്. ഹലോ, ഇതിന് പേരിത് സ്ഥിരമായിട്ട് ഇവിടെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് പേരൊക്കെ ഇടാം. അല്ലാണ്ട് കാര്യമില്ലല്ലോ. പേരിട്ട് സ്നേഹിച്ച് കഴിഞ്ഞോ അതെവിടെയെങ്കിലും പോയാലും നമുക്ക് പിന്നെ സങ്കടമാവും. യു വാണ്ട് ബിസ്ക്കറ്റ്? ദാ ബിസ്ക്കറ്റ് കഴിച്ചു. ഈറ്റ്. ദാ ബിസ്ക്കറ്റ് ഇഷ്ടമല്ല. അതിന് ചെറിയൊരു പേടിയുണ്ട് കേട്ടോ. ഞാനിന്ന് ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. പക്ഷേ വളരെ പരിചിതമായ രീതിയിൽ നടന്നിവിടെ വന്നു. എന്നെ കണ്ടിട്ട് ഓടിപ്പോയൊന്നുമില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ആൾ ഫ്രണ്ട്ലിയാണ്. ഒരു സഭാകമ്പം തുടക്കമല്ലേ. നാളെ മീൻ തരാം കേട്ടോ. ഇന്നിപ്പോൾ മീനില്ല ഇവിടെ, സോറി. ഇന്ന് ഞാനിവിടെ ഇല്ലായിരുന്നല്ലോ. നമ്മൾ വർക്കെല്ലാം കഴിഞ്ഞിട്ടിന്ന് ഈവനിങ് അല്ലേ എത്തിയത്. സോ ദർ വാസ് നോ ഫിഷ്. ഇന്ന് എല്ലാവർക്കും മീനില്ലാത്ത ഊണായിരുന്നു. മണ്ണിൻ്റെ അടിയിലൊക്കെ വളരുന്ന വിഭവങ്ങളാകുമ്പോൾ സ്വാഭാവികമായിട്ടും മണ്ണൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ക്ലീനിങ് ആണ് അതിൻ്റെ ഒരു പ്രധാന കടമ്പ. നീറ്റായിരിക്കണം, കുറേ പ്രാവശ്യം കഴുകണം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതൽ ഇഷ്ടം എനിക്കാണ്. കാച്ചിൽ, ചേമ്പ്, ഈ കിഴങ്ങ് വർഗ്ഗങ്ങളെല്ലാം, മരിച്ചീനി, അതായത് കപ്പ, ചക്ക, പാക, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഞാനാണ് അങ്ങനത്തെ നാടൻ കൂടുതൽ ഇഷ്ടമാണ്. ബോയിച്ചെണ്ണൊന്നും അങ്ങനെ വലിയ ക്രേസില്ല. എനിക്കൂടെ അനുവിനും അത്ര വലിയ ഇതില്ല. കൂവക്കിഴങ്ങ്, നന്ന കിഴങ്ങെന്ന് പറഞ്ഞിട്ടൊരു കിഴങ്ങുണ്ട്. കൂവമാവ് ഉണ്ടാക്കുന്നതാണ് കൂവക്കിഴങ്ങ്. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു അപ്ബ്രിങ്ങിങ്ങിൻ്റെ ആയിരിക്കാം. നാട്ടിൻപുറത്തിൻ്റെ കുറച്ച് എക്സ്പോഷർ എനിക്ക് കൂടുതലുണ്ട്. എൻ്റെ അച്ഛൻ്റെ നാടും കോഴിക്കോടൊക്കെ അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. അതെല്ലാ ദിവസവും ചക്കയോ കപ്പയോ എന്തെങ്കിലും മസ്റ്റാണ്. മരിച്ചീനി ആൻഡ് ചക്ക, ഇത് അവരുടെ ലൈഫ്. എല്ലാവരുടെയും ആ വീടുകളിലൊക്കെ എപ്പോഴും നമുക്ക് ആ ഗ്രാൻഡ് മദറൊക്കെ ഉള്ള സമയത്തൊക്കെ ഓൾവേസ് ഇതുണ്ടാവും ചോറിൻ്റെ കൂടെ മസ്റ്റായിട്ട്. പണ്ടൊക്കെ എന്താ വെച്ചാൽ ഒരുപാട് ജോലിക്കാരുണ്ടാവുമല്ലോ, പണിക്കാർ, പറമ്പിലെ പണിക്കുമൊക്കെ. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്ന വീടുകളിലാണ്. എല്ലാം മിക്കവാറും ഉള്ള തറവാടുകളിലൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയും കൂടി ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ക്വാണ്ടിറ്റി വേണം. പഴയ കാലത്തൊക്കെ ആണെങ്കിൽ ചോറിൻ്റെ ഒപ്പം ചക്ക, കിഴങ്ങ്, അങ്ങനത്തെ കാര്യങ്ങൾ, കപ്പയൊക്കെ ഉണ്ടെങ്കിൽ അതൊരു മെയിൻ വയറ് നിറയുന്ന കാര്യമല്ലേ. ചോറും അതും പിന്നെ 1-2 കറിയൊക്കെ മതിയല്ലോ. സിമ്പിളായിട്ട് എല്ലാവർക്കും കഴിക്കാം, മാനേജ് ചെയ്യാൻ എളുപ്പമാണ്. അങ്ങനെ ആയിരിക്കണം ആ ഒരു രീതികൾ വന്നത്. ഇപ്പം നമ്മളെല്ലാം സിറ്റി ലൈഫ്, ന്യൂക്ലിയർ ഫാമിലീസ്, കുറച്ചുണ്ടാക്കുന്നു, ഫ്രിഡ്ജിൽ വെച്ച് ചൂടാക്കി പിറ്റേ ദിവസം കഴിക്കുന്നു. ആൾക്കാർ ഫ്രോസണാക്കി വെക്കുന്നു. ഒരാഴ്ചത്തേക്കുള്ള നമ്മൾ എന്താണ് മീൽ പ്രിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് റെഡിയാക്കിയൊക്കെ വെക്കും. ജോലി ഭാരം എളുപ്പത്തിന് വേണ്ടി അരിഞ്ഞ് വയ്ക്കുക, അരച്ച് വയ്ക്കുക, അല്ലെങ്കിൽ തേങ്ങ ചിരകി വയ്ക്കുക, എല്ലാം ചെയ്ത് വയ്ക്കുമല്ലോ. സഹായിക്കാനും ആൾക്കാരെ കിട്ടാൻ പാടല്ലേ. ആൾ പോയി, എൻ്റെ കത്തി കേട്ടിട്ടാണ് നമ്മൾ സ്ഥലം വിട്ടു. അവനെ ശ്രദ്ധിക്കുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ പതുക്കെ നടന്നു പോയി, അങ്ങോട്ട് പോയിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു നാളെയും വരും. ബിസ്ക്കറ്റ് അത്ര ഇഷ്ടമായില്ല, വേസ്റ്റ് ചെയ്തു, നോട്ട് ഇൻട്രസ്റ്റഡ്. അപ്പോൾ ഏകദേശം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് എങ്ങനത്തെ പീസ് വെച്ചാൽ ഒരുപാട് വലിയ പീസല്ലാണ്ട് ഇങ്ങനെ കൊത്തിയിടാം. ഓക്കെ,
കുറേ പ്രാവശ്യം കഴുകാനുണ്ട് ഇനിയും. എന്നാലും ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് കഴുകി സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിനകത്ത് നോക്കിയാൽ ഇവിടുത്തെ കാച്ചിൽ ഞാൻ മാറ്റിയിട്ടിട്ടുണ്ട്. പിന്നെ 1-2 ചേമ്പിൻ്റെ പീസസും കൂടെ ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇതിൽ നടുകയാണെങ്കിൽ അത് വളരാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ കൂമ്പ് വന്നിട്ടുണ്ട്, അങ്ങനെയൊക്കെയുള്ള പോസിബിലിറ്റീസ് ഉള്ളത് കൊണ്ട് നമുക്ക് നടാം. ഓക്കെ, മാറ്റിയിട്ടിട്ടുണ്ട്. ഓക്കെ, അത് എടുക്കുന്നില്ല. കാച്ചിലും 2-3 ചേമ്പിൻ്റെ കഷ്ണം. ഓക്കെ, ഇനി ഇത് പുഴുങ്ങാനായിട്ട് വയ്ക്കാം, കഴുകി എടുത്തിട്ട്. അപ്പോൾ നമ്മുടെ ചേമ്പെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ പുതിയ മയക്കിയ ചട്ടിയിൽ ഞാൻ വെള്ളം വെച്ചിരിക്കുവാണ് തിളയ്ക്കാം. അപ്പോൾ ഇതെന്തായാലും ഇതിൻ്റെ ആദ്യത്തെ കുക്കിംഗ് എല്ലാം ഇങ്ങനെ കുറച്ച് വെള്ളത്തിൻ്റെ ബേസിൽ, ഇപ്പോൾ വാട്ടർ ബേസ്ഡ് കുക്കിംഗ് ആണ് നല്ലതെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഇത് തിളപ്പിക്കാനും വെള്ളം തിളപ്പിക്കാനും ഇങ്ങനെ പുഴുങ്ങിയെടുക്കാനും ഒക്കെ ആയിരിക്കും ആദ്യം നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് ബെസ്റ്റ് അത് തിളയ്ക്കാനായിട്ട് വെച്ചു. ഞാൻ ഡ്രസ്സും മാറി കേട്ടോ. ഇതെല്ലാം കഴിച്ച് ക്ലീനിങ് ഒക്കെ ആയപ്പോൾ എൻ്റെ ടീഷർട്ട് ഇട്ടിരുന്ന ഡ്രസ്സ് മുഴുവൻ നനഞ്ഞു. അപ്പോൾ പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്നു. ഓക്കെ, ഇതിപ്പോൾ ഏകദേശം തിളയ്ക്കാറായി. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിടാം. ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ വേകുമ്പോൾ തന്നെ ഉപ്പിട്ടാലേ അതിനകത്തേക്കൊക്കെ പിടിക്കുള്ളൂ. ഉപ്പിട്ട് കാച്ചിയ വെള്ളം എന്നൊക്കെ പറയുന്നില്ലേ, ഉപ്പിട്ടിട്ടുണ്ട്. ഇത് നല്ല തിളക്കട്ടെ. നമ്മുടെ കോതിയുടെ കൂട്ടുകാരി തന്നില്ലേ ലേസി, ഇത് കോഫി പൗഡർ. ഇത് അവരുടെ തന്നെ കാപ്പി മരത്തിൽ നിന്നും പറിച്ച കാപ്പിക്കുരുവിൽ നിന്നും ഉണ്ടാക്കിയ കോഫിയാണെന്ന് പറഞ്ഞു. അടിപൊളിയാണെന്ന് പറഞ്ഞു. അതിനോടൊപ്പം കുറച്ച് ആ ഭാഗത്തൊക്കെ അവർ ഉലുവയും കൂടി വറുത്ത് ചേർക്കുന്നതാണ് പറഞ്ഞത്. ഒരു 100 grams ഓഫ് ഉലുവയും കൂടി വറുത്ത് ചേർത്താണ് പൊടിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ്, ഭയങ്കര ആരോഗ്യത്തിന് നല്ലതാണ്. നല്ല മണം. ഞാനൊരു കോഫി പ്രശ്നമല്ല, പക്ഷേ കോഫി കുടിക്കുന്നവരുണ്ട്. അപ്പോൾ ഇത് കട്ടൻ കാപ്പി, പിന്നെ കരിപ്പട്ടി കാപ്പി, നമ്മൾ ശർക്കര കാപ്പി എന്നൊക്കെ പറയില്ലേ, കരിപ്പട്ടി കാപ്പി. അതിലൊക്കെ കുറച്ച് കോഫി പൗഡറും കരിപ്പട്ടിയും കൂടി ഇട്ട് ചേർത്ത് അതിനെല്ലാം ബെസ്റ്റായിരിക്കും, പ്ലെയിൻ കോഫിക്കും എല്ലാം. ഇതിനി കുപ്പിയിലേക്ക് ആക്കി വെക്കാം. ഓൾമോസ്റ്റ് തിളയ്ക്കാറായി. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ശീമച്ചേമ്പ്, അഥവാ നല്ല മാവുള്ള ചേമ്പാണല്ലോ, കഴിക്കാൻ പറ്റിയ കാര്യമാണ്. പുഴുങ്ങിക്കഴിക്കും. ഇനി വേഗട്ടെ. കുറച്ച് നേരം ഞാൻ അടച്ചിട്ടു. അപ്പോൾ നല്ലതായിട്ട് തിള വന്ന് അടങ്ങിയിട്ടുണ്ട്. ഇനി നന്നായിട്ട് തിളക്കട്ടെ. വെന്ത് കഴിഞ്ഞാൽ നമ്മൾ ഊറ്റിയെടുക്കും. ഈ സമയം കൊണ്ട് ഒരു ചമ്മന്തിയും കൂടി അരയ്ക്കും. ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് വറ്റൽമുളക്, 4-5 വറ്റൽമുളക് ഒന്ന് വറുത്തെടുക്കാം. എണ്ണ ചൂടായി. ഇനി വറുത്ത് മാറ്റുന്നു. അത്യാവശ്യം എരിവുള്ള വറ്റൽമുളകാണ്, 5 എടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ചിട്ട് ചേർത്താൽ മതി. മൂത്ത് കഴിഞ്ഞു. ഇനി എണ്ണയിൽ നിന്ന് മാറ്റാം. ഇത്രയും മതി. ഇതിനകത്തേക്ക് ഇനി കൊച്ചുള്ളി, ഒരു 5 കൊച്ചുള്ളിയും കൂടി ഈ എണ്ണയിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് വേണമെങ്കിൽ റോ ആയിട്ട്, അതായത് പച്ചക്കും വഴട്ടാണ്ട് നമുക്ക് അരയ്ക്കാം. ഞാനിപ്പോൾ എന്തായാലും എണ്ണ ചൂടായി കിടക്കുന്നു, അതുകൊണ്ട് ഇതും കൂടി ഒന്ന് വഴറ്റി ഒന്ന് എന്താ പറയുക ചെറുതായിട്ടൊന്ന് മൂപ്പിക്കുന്നേ ഉള്ളൂ. അങ്ങനെ കൊച്ചുള്ളിയും ഒന്ന് മൂപ്പിച്ച് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കുന്നു. അത് തീ ഓഫ് ചെയ്യട്ടെ. ഒരു മണമൊക്കെ വന്ന് തുടങ്ങി ഉള്ളിയുടെ. ഇനി ഇതിനകത്തേക്ക് കുറച്ച് തേങ്ങ, നല്ല പച്ച തേങ്ങയാണ് ഏറ്റവും നല്ലത്. ഒരു അരമുറി തേങ്ങ വരെ ആകാം. ഇതിപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു 1 കപ്പ് തേങ്ങ ചരിക്കിയത്. ഓക്കെ, എല്ലാം കൂടി ഒന്ന് ഇച്ചിരി ഉപ്പും കൂടി ചേർത്തിട്ട് അരച്ചെടുക്കാം. മിക്സിയിലേക്ക് മാറ്റി കഴിഞ്ഞ് ഇച്ചിരി ഉപ്പും കൂടി ചേർക്കണം. അത് നന്നായിട്ട് തരിതരിപ്പായിട്ട്, ഒരുപാട് പേസ്റ്റ് ആവണമെന്നില്ല, അരച്ചെടുക്കാം. ഒരു ചമ്മന്തി അരയ്ക്കുന്ന പോലെയുള്ളൊരു പാകം. ഇത് പാത്രത്തിലേക്ക് മാറ്റട്ടെ. അങ്ങനെ പാത്രത്തിലേക്ക് മാറ്റി കഴിഞ്ഞു. ഇനി കുറച്ച് കറിവേപ്പില ഒന്ന് പിച്ചിയിടാം. ആൻഡ് ഉടച്ച തൈര് നോക്കിക്കോളൂ, ആവശ്യാനുസരണം ഇട്ടാൽ മതി, നമ്മുടെ ഇഷ്ടത്തിന്. ഇതൊരു 5 വറ്റൽമുളക് ഞാൻ എടുത്തു. നിങ്ങൾ എരിവനുസരിച്ച് ചെയ്താൽ മതി. 3 മുതൽ 4, 3, 4, 5 നോക്കിയിട്ട് എരിവനുസരിച്ചിട്ട്. തൈരും നമ്മുടെ ഇഷ്ടത്തിനാണ് ചേർക്കേണ്ടത്. അടിപൊളി ചമ്മന്തിയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഇച്ചിരി ഉപ്പ് നോക്കട്ടെ. ഓക്കെ, എടുത്ത് വെച്ചിരിക്കുന്ന ഫുൾ തൈര് ഏകദേശം 1 കപ്പോളം നമുക്ക് ചേർക്കാം. 3/4 to 1 കപ്പ്. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇച്ചിരി ഉപ്പും കൂടി വേണ്ടി വരും.
ഇച്ചിരി ഉപ്പും കൂടി എക്സ്ട്രാ. ഇതാണ് നമ്മുടെ ചേമ്പിൻ്റെ കോമ്പിനേഷൻ ചമ്മന്തി. അടിപൊളി, ഗംഭീരം. അങ്ങനെ നമ്മുടെ ചേമ്പ് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഞാൻ വിചാരിച്ചതിനെക്കാട്ടിലും ഫാസ്റ്റായിട്ട് വെള്ളത്തിൽ നിന്നും ഊറ്റി മാറ്റാം. ഈ ചട്ടിയിലായതുകൊണ്ടേ നല്ല പെട്ടെന്ന് തന്നെ സെറ്റായി. ഈ ചൂട് നമ്മൾ കാണുമ്പോൾ ഭയങ്കര തളതളാന്നൊന്നും വരുന്നില്ലെങ്കിലും ഇതിന് നല്ല ചൂട് റീറ്റെയിനിങ് കപ്പാസിറ്റി ഉണ്ട്, അതുകൊണ്ടായിരിക്കാം. നല്ല അടിപൊളിയായിട്ട് പാകത്തിന് വെന്തിട്ടുണ്ട്. വെന്തിങ്ങനെ വെടിച്ച് വന്നിട്ടുണ്ട്. അല്ല, മാവ് പോലെ ആയിട്ടുണ്ട്. നൈസ്. അപ്പോൾ ഉപ്പിട്ട വെള്ളം ആയതുകൊണ്ട് ഉള്ളിലേക്ക് ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ട്. നമുക്ക് ചമ്മന്തി കൂട്ടി കഴിക്കാൻ പാകം. യെസ്, ചേമ്പ് റെഡി, ചമ്മന്തി റെഡി. ചമ്മന്തി കൂടുതലുണ്ട്, ചേമ്പിനെക്കാട്ടി കൂടുതൽ ചമ്മന്തിയാണ്. കുഴപ്പമില്ല, ഈ ചമ്മന്തി ഇനിയും നമുക്ക് ഉപയോഗിക്കാം. ഇനി ഞാൻ പാത്രത്തിലേക്ക് ചേമ്പിനെ മാറ്റിയിട്ട് നമുക്ക് അകത്തേക്ക് പോകും. സ്വാദിഷ്ടമായ നൊസ്റ്റാൾജിക് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഗംഭീരമാണ്. ഞാനിത് പ്ലേറ്റിലേക്ക് എടുത്തിട്ട് TV റൂമിൽ പോയിരുന്ന് കഴിക്കും. നല്ല മാവ്, ഓ അടിപൊളി, സൂപ്പർ. അത്ര എടുത്തു. ഇനി ആ ചമ്മന്തിയും കൂടി വരുമ്പോഴാണ് സൂപ്പർ കോംബോ. ഒരു റിലാക്സ്ഡ് ഈവനിങ്. ആലോചിച്ച് നോക്കുക, ഫുട്ബോൾ എത്തിയിട്ടില്ല, ഫുട്ബോൾ ഇപ്പോൾ വരും. പക്ഷേ മോളുള്ളതാണ് എനിക്ക് സന്തോഷം. കാര്യം വീടിനകത്തൊരു എന്താ പറയുക, ഒരു ആക്ടിവിറ്റി ഉണ്ടാവും, ഒരു അനക്കം ഉണ്ടാവും. ഇതിപ്പോൾ ഞാൻ വെറുതെ ഒറ്റയ്ക്കിരുന്നു, പക്ഷേ സിനിമ കാണാൻ പറ്റും, അത്രേ ഉള്ളൂ. ഇതെങ്ങനെ കഴിക്കുന്നത് നോക്കിക്കോളാം. വാ, നമ്മുടെ മാവ് പോലെ വെന്തിട്ടുണ്ട്, അത് കണ്ടല്ലോ. വാ, ചമ്മന്തി കൂട്ടി അങ്ങനെ സ്വാദിഷ്ടമായ ഭക്ഷണമൊക്കെ കഴിച്ചു. നൊസ്റ്റോ ഫുഡ് തന്നെയാണ്. എന്നിട്ടും താങ്ക്സ് ടു നമ്മുടെ കോന്നി ഫ്രണ്ട് ലിസി, ഇത്ര നല്ല ചേമ്പെല്ലാം എനിക്ക് തന്നില്ലേ. ഓക്കെ, ഇപ്പോൾ ഞാൻ നെറ്റ്ഫ്ലിക്സിൽ ഒരു മൂവി കാണുകയാണ്. ഇത് കുറേ ദിവസമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കണ്ടിന്യൂസ് ആയിട്ട് കാണാൻ പറ്റുന്നില്ല. എക്കോ എന്ന് പറഞ്ഞിട്ടൊരു മൂവി ഉണ്ടായിരുന്നല്ലോ, മലയാളമാണ്. അത് ഞാൻ കുറച്ചായിട്ട് കാണുന്നത്. സാധാരണ മൊബൈലിലാണ് കാണുന്നത്, രാത്രിയൊക്കെ മോൾ ഉറങ്ങി കഴിഞ്ഞിട്ട്. ഇപ്പോൾ TV-യിൽ തന്നെ കാണാം. ഒരു നല്ല സിനിമയായിട്ടാണ് റിവ്യൂസ്, ഭയങ്കര നല്ല മൂവിയായിട്ടാണ്. ഇപ്പോൾ ഒരു മഴയും കൂടി പുറത്തുണ്ടായിരുന്നെങ്കിൽ അതിഗംഭീരം. ചമ്മന്തി എടുത്തതിൻ്റെ പകുതി തീരാറായി, ഇനിയും എടുക്കാം. അപ്പോൾ ചമ്മന്തി അത്ര വേണം കേട്ടോ. സൂപ്പർ. എൻ്റെ എക്കോ സിനിമയും തീർന്നു, എല്ലാം കഴിഞ്ഞു. റോമയൊക്കെ വന്നു. മാറ്റിത്തരാം. പുടുൻ്റെ ഫേവറേറ്റ് റോമാൻ്റെ ഡാൻസ് ചെയ്തോനെ. ഓ സെയിം. ഓക്കെ വീണ്ടും പോവും സൂക്ഷിച്ച. ഓക്കെ, അയ്യോ Podo, you're going to fall. What are you eating, Pudu? Pudu എന്താ കഴിക്കുന്നേ? പിസ്സ. ഇഷ്ടാണോ മോൾക്ക് പിസ്സ? മോൾക്ക് ഇഷ്ടാണോ? ഇസ് ഇറ്റ് ഗുഡ്? നൈസ്. പുടു നോക്കൂ അമ്മാമ്മനെ. ഏയ് കൊള്ളാവോ? നൈസ്. യമ്മി പിസ്സ. ഓക്കെ. ഇതെന്താ പുടുവിന്റെ മുഖം നോക്കട്ടെ. പിസ്സ കഴിക്കുന്ന കുഞ്ഞിന്റെ മൂക്കിൽ പോയാലോ?
Ayuda. Enjoying her pizza. Bye. 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 പിസ്സ കഴിക്കുന്നതിൻ്റെ ഒരു ബഹളമാണ് കാണുന്നത്. പുട്ടിനെ കാണണോ? എങ്ങനെയാ പുട്ട് പിസ്സ കഴിക്കുന്നത്? കുളമാക്കി പോകത്തല്ല അല്ല ആയിപ്പോയി. അപ്പോൾ പുട്ട് പിസ്സ കഴിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പിസ്സയും ഉണ്ട്. പിന്നെ ഞാൻ നിങ്ങൾ കണ്ടാണല്ലോ ഇഷ്ടംപോലെ ചേമ്പ് ഒഴുകിയതും ഒക്കെ ഇരിക്കുന്നു. റൈസ് ഉണ്ട്, ഉച്ചക്കലത്തെ ചോറുണ്ട്, കറികളുണ്ടെങ്കിലും ഒന്ന് അനുക്കുട്ടിക്കും എല്ലാം പിസ്സ വേണം തോന്നിയുണ്ട് പിസ്സയും കൂടി മേടിച്ചിട്ടുണ്ട്. ചില ദിവസം നമ്മൾ പിസ്സ വളരെ അപൂർവമാണ്, എല്ലാ ദിവസമൊന്നും അല്ല, വല്ലപ്പോഴൊക്കെ ഒരു പിസ്സ ഡിന്നറൊക്കെ പ്ലാൻ ചെയ്യാറുണ്ട്. എല്ലാവർക്കും അല്ല, പിസ്സ ഇഷ്ടമുള്ള അനുവിന് ഇഷ്ടമാണ്. എനിക്ക് അങ്ങനെ ഒരു ക്രേസില്ല. ചിലപ്പോൾ ഉണ്ടാക്കാം, നമ്മൾ ബ്രെഡ് പിസ്സയൊക്കെ ഉണ്ടാക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ വൺസിന് മേൽ ഞാൻ ഉണ്ടാക്കാറുമുണ്ട്. കൂടുതൽ ചെറിയ ഇഷ്ടമാണ് പിസ്സ. മാർഗറേറ്റ അതാണ്, അതിൻ്റെ ചിക്കൻ പിസ്സയൊന്നും അല്ല. ഷീ ടേക്സ് ഒരു ചെറിയൊരു പീസ് കഴിക്കും, അത്രേ ഉള്ളൂ. ഹാപ്പി ആയിട്ടിരുന്ന് കഴിച്ചോണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇത്രയൊക്കെ ഉള്ളൂ. ഇനി കുറച്ച് നേരം കൂടി കഴിഞ്ഞിട്ട് മോളെ ഒന്ന് മേലൊക്കെ കഴിവിച്ചിട്ട് ഞങ്ങൾ ഉറങ്ങാം. സ്ലീപ്പിംഗ് ടൈം ആവും. ഇപ്പോൾ സ്കൂളുള്ള ദിവസമാണെങ്കിൽ തലേ ദിവസം രാത്രി ഒരു 10 മണിക്കെങ്കിലും കിടത്താൻ നോക്കും. കാര്യം രാവിലെ ഒരു 8-8:15 മുഴുവനെ പൊക്കും, എഴുന്നേൽപ്പിച്ച് ഡ്രസ്സ് ചെയ്ത് 9:30-ക്കാണല്ലോ സ്കൂളിലെത്തേണ്ടത്. അങ്ങനെ ഹാഫ് ഡേ ആണ്. 1 മണിയാകുമ്പോൾ തീരും, 1:30-ക്ക് വിളിക്കും. അങ്ങനെയാണ് ഇപ്പോഴത്തെ നമ്മുടെ റുട്ടീൻ. അപ്പോൾ ഓക്കെ, ഇതൊക്കെയാണ് വിശേഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി വ്ളോഗ്സ്. ലവ് യു.